ഒരു സിമ്പിൾ ഈസി ആൻഡ് യെറ്റ് ടേസ്റ്റി കോളിഫ്ലവർ കറി ഉണ്ടാക്കിയാലോ. ദോശ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കോളിഫ്ലവർ കറിയാണ്. ഫസ്റ്റ് തന്നെ ഓണിയൻ നമ്മൾ ഓയിൽ സോട്ട് ചെയ്യുക. ഞാൻ ഓണിയൻ ഗ്രേറ്റ് ചെയ്യാറുള്ളത് ഈ ഒരു ഗ്രേറ്റർ വെച്ചാണ്. എനിക്ക് ഈ ഗ്രേറ്റർ ഭയങ്കര കംഫർട്ടബിൾ ആണ്, കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ചോപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഈ മോർണിംഗ് നമുക്ക് റഷായിട്ട് എങ്ങനെയെങ്കിലും പോകണമെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ നമുക്ക് ചോപ്പ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്തത്. എന്നിട്ട് നന്നായി സോട്ട് ചെയ്തു. ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ ഞാൻ അതിലേക്ക് മസാലാസ് ആഡ് ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് ഞാൻ ചില്ലി പൗഡറാണ് ആഡ് ചെയ്തത്. എത്ര സ്പൂണ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഏകദേശം നമ്മളൊരു എത്ര കോളി എടുക്കണോ അതിനനുസരിച്ച് ആഡ് ചെയ്യുക. പിന്നെ കൊറിയാണ്ടർ പൗഡർ ആഡ് ചെയ്യുക. അതിനുശേഷം ഇതിൽ ഞാൻ ക്യുമിൻ പൗഡറാണ് ആഡ് ചെയ്തത്. അതിനുശേഷം ഞാൻ ചിക്കൻ മസാലയാണ് ആഡ് ചെയ്തത്. മസാലകളെക്കാൾ കൂടുതൽ ഞാൻ ചിക്കൻ മസാലയാണ് ഇതിൽ കൂടുതൽ ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ എന്തായാലും ഞാൻ ചിക്കൻ മസാല ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ എടുത്ത കോളിഫ്ലവർ ഏകദേശം ഒരു 1/2 കിലോ, ഒരു 600 ഗ്രാമോളം ഉണ്ട്. അത് ഞാൻ ഉപ്പും മഞ്ഞളും ഇട്ട് നന്നായി തിരുമ്പി കഴുകി കട്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ മസാലയൊക്കെ നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ പച്ചച്ചോവ് മാറുന്ന അത്ര ഈ എണ്ണ തെളിഞ്ഞ് വരും. ആ എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ നമ്മളത് നന്നായി വഴറ്റി കൊടുക്കുക. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ ഞാൻ കുറച്ച് സോൾട്ടും ഇച്ചിരി ചിക്കൻ മസാലയും കൂടി ഞാൻ അതിൽ ആഡ് ചെയ്തു. ഇനിയാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചത്. വെള്ളം ഏകദേശം ഒരു 2 കപ്പോളം ഒഴിച്ചിട്ടുണ്ട്, ചെറിയ കപ്പ് അത്ര ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിച്ചു. അതിലേക്ക് ഞാൻ പിന്നെ അല്പം ഉപ്പും കൂടി ആഡ് ചെയ്തു. കാരണം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തന്നെ നമ്മൾ തിളയ്ക്കുന്ന വരെ അത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ലൈറ്റായിട്ട് വെറുതെ ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് ആ തിള വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കോളിഫ്ലവർ ആഡ് ചെയ്യുന്നതാണ്. അതോടെ നമ്മുടെ സംഭവം ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. ഇനി ഇതിൽ വലിയ സ്റ്റെപ്പുകളൊന്നുമില്ല. ശേഷം ഏകദേശം ഒരു 5 to 8 മിനിറ്റിൽ തന്നെ നമ്മുടെ കോളിഫ്ലവറൊക്കെ വേവാൻ തുടങ്ങും. എപ്പോഴും കോളിഫ്ലവർ വേവിക്കാൻ നോക്കുമ്പോൾ അടച്ച് വേവിക്കാൻ നമ്മൾ നോക്കണം. കാരണം പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടണമെങ്കിൽ നമുക്ക് അടച്ച് വേവിക്കുകയാണ് നല്ലത്. എന്നിട്ട് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുക. പിന്നെ ഗ്രേവിയുടെ അളവ് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കാരണം നിങ്ങൾക്കിപ്പോൾ ദോശയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ അത്ര ഗ്രേവി വെച്ചിട്ട് നമ്മൾ അത് മസാല പോലെ ആക്കാണ്ട് നമ്മൾ നോർമൽ ഗ്രേവി വെച്ചിട്ട് കഴിക്കാവുന്നതാണ്. പിന്നെ ഞാൻ ദോശയാണ് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയത്. ദോശയും ഈ കോളിഫ്ലവർ കറിയാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ കോളിഫ്ലവറൊക്കെ നന്നായി വെന്തിട്ട് നല്ലപോലെ ആ വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കുറച്ചും കൂടി ഒന്ന് തിക്കാക്കിയിട്ടാണ് ഗ്രേവി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊന്നുകൂടി തിക്കാക്കിയിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതിൽ കൊറിയാണ്ടറാണ് ആഡ് ചെയ്തത്. അപ്പോഴേക്കും നമ്മുടെ കറി റെഡിയായി. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 30 സെക്കൻഡ്സ് പോലും വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അങ്ങനെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് പ്ലേറ്റിൽ സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ കറി ഇന്ന് ദോശയുടെ കൂടെയാണ് കഴിച്ചത്. ഇത് വന്നിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ അല്ലെങ്കിൽ ദോശയുടെ കൂടെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എനിക്ക് പേഴ്സണലി ഇത് ഒരുപാട് ഇഷ്ടമായി. കാരണം വന്നിട്ട് വളരെ സിമ്പിളുമാണ്. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അധികം മസാലാസ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ നമുക്കൊരു കോളിഫ്ലവർ കറി ഉണ്ടാക്കാൻ പറ്റും. സോ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഫോർ മോർ സച്ച് വീഡിയോസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു എന്താ സംഭവം.